ആർദറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ 12 വോൾട്ട് ചേസർ ഉണ്ട്. ആ ചേസർ വെച്ച് പിക്സൽ ലൈറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നോക്കാം. നമുക്കിവിടെ 12 വോൾട്ടിന്റെ ചേസർ, ഇത് 4 ചാനൽ ചേസറാണ്. പിന്നെ അതിനൊരു പവർ സപ്ലൈ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പവർ സപ്ലൈ ആണ് കൊടുത്തേക്കുന്നത്, ഒരു 5 ആംപിയറിന്റെ പവർ സപ്ലൈ ആണ്. ഈ 12 വോൾട്ട് ചേസറിൽ നമുക്ക് ഇതൊരു നെഗറ്റീവാണ് ലൈറ്റിലേക്ക് പോകുന്നത്, പോസിറ്റീവ് കോമൺ ആയിട്ട് എടുക്കും. ഇത് ശരിക്കും 12 വോൾട്ടിലേക്കാണ് സപ്ലൈ കൊടുക്കേണ്ടത്, 230 കൊടുക്കരുത്. കഴിഞ്ഞാൽ 230 കൊടുക്കുന്നതല്ല ഇത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 4 ലൈറ്റ് ഉണ്ട്, 4 കളറിലുള്ള പിക്സൽ ലൈറ്റ് ആയത്. ഈ പിക്സൽ ലൈറ്റ് പവർ സപ്ലൈ ഉണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കണക്ഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഈ 12 വോൾട്ടിൽ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചേസറിലേക്ക് സപ്ലൈ കൊടുക്കാം. അതായത് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടേക്കുന്നത് ഈ പവർ സപ്ലൈയുടെ ഇത്, അതായത് LED ഡ്രൈവ് ആയത്, ഇതിലേക്ക് ഈ സൈഡ് ഫേസ് ന്യൂട്രലും 230 പോകാനുള്ളത്. പിന്നെ ഇത് പ്ലസും മൈനസും. കളർ അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡ് വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈന്ന് ഇതിൻ്റെ 12 വോൾട്ട് സപ്ലൈ കൊടുക്കണം. അപ്പം ഇത് നെഗറ്റീവാണ്, വൈറ്റ് വയർ നെഗറ്റീവാണ്. ഇതിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ പിക്സൽ ലൈറ്റ് എടുക്കണം. പിക്സൽ ലൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 4 കളറ് പിക്സൽ ലൈറ്റാണ്. അപ്പം 4 ചാനലുള്ളത് കാരണം നമുക്ക് 4 കളർ കൊടുക്കാം. ഒരു ചെറിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ഇത്. നമുക്ക് ഒരുപാട് ലൈറ്റ് അധികം കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈയുടെ ആംബിയറും കൂട്ടിയെടുക്കണം. ഇതിപ്പോൾ 5 ആംബിയറിനാണ്. പിന്നെ കൂടുതൽ ലൈറ്റ് കൂടി കൊടുക്കണമെങ്കിൽ 10 എടുക്കണം. പിന്നെ അതിൽ വാട്ടേജ് കൂടിയതുണ്ടാകും, 400 വാട്ട്, 600 വാട്ട്, അങ്ങനെ ഒരുപാട് വാട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു 4 ചാനലിൻ്റെ ആണ്. നമുക്കിത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കളർ എടുത്തിട്ട് ഇത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫേസും നെഗറ്റീവും പോസിറ്റീവും നോക്കണം. അപ്പം നമുക്കൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നെഗറ്റീവും പോസിറ്റീവും ഒന്ന് കൊടുത്ത് നോക്കിയാൽ, അപ്പോൾ ആദ്യം ഒന്ന് ഇതിലേക്ക് 230 കൊടുത്ത് ഇത് ചേസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ചാനൽ ചേസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫേസും ഇതിപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് പോസിറ്റീവാണ്. ഈ ഒരു വൈറ്റും ഈ ഗ്രീൻ കളറും വന്നത് അതൊരു പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വയർ ഇവിടെ കൊടുക്കുക. ഈ വയർ ഇവിടെ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വയർ എടുത്തിട്ട് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു ചാനലേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എല്ലാ ചാനലും കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒന്ന് ഓഫ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം. തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കത്തൂല. ഈ സൈഡുണ്ട്, ഈ സൈഡിലാണ്. ഇത് 2 സൈഡിലും കൊടുക്കാം കേട്ടോ. ഈ 2 എൻഡ് വന്നോടത്തും കൊടുക്കാം. ഇതിൽ സ്ലീവ് കളഞ്ഞേക്കണ കാരണം നമുക്കതായിരിക്കും എളുപ്പം. പിന്നെ ഈ 2 അറ്റത്ത് കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ഇതേപോലെ സ്ലീവ് കളഞ്ഞതാണെങ്കിൽ ഇത് തമ്മിൽ മുട്ടാതെ നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് മുട്ടിയിരിക്കണമെങ്കിൽ ആ ലൈറ്റ് വർക്ക് ചെയ്യില്ല. നമുക്ക് ഇത് കൊടുക്കാം. ഈ ലൈൻ വൈറ്റും ഇപ്പോൾ ബ്ലൂ ലൈറ്റാണ്. ഈ 2 കളറും കൂടി ചേർന്ന് വരുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവ് നമുക്ക് പിരിച്ചു കൊടുക്കാം. അപ്പം അതേപോലെ അടുത്തൊരു ചാനലിലേക്ക് കൊടുക്കാം.
ഇപ്പൊ 2 ചാനൽ കൊടുത്ത്. പിന്നെ അടുത്ത കളർ എടുക്കാം. ഇത് പിങ്ക് കളറാണ്. പിങ്ക് കളറിൽ അത് കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇത് നോക്കണം, ഇതിപ്പോ കുഴപ്പമില്ല, ഈ അറ്റം കുഴപ്പമില്ല. അപ്പൊ ഇതിൽ സ്ലീവ് കളഞ്ഞാണ്. അപ്പൊ ഇതില് പോസിറ്റീവ് കോമൺ ആണ്, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇപ്പൊ 2 ചാനലും കൂടി ആയിട്ട് കൊടുക്കാം. ഒരു ചാനൽ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോ 3ാമത്തെ ചാനൽ ഇതും കൂടി കൊടുത്ത്. പിന്നെ അടുത്തത് വൈറ്റ് ആണ്. വൈറ്റ് കളറും കൂടിയാണ്. അങ്ങനെ ഒരു 4 കളറാണ് നമ്മളിപ്പോ 4 കളറാണ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഇത് പോസിറ്റീവ് കോമൺ ആയിട്ട്. ഇപ്പൊ ഇനി ഒരു വയറും കൂടി ഉണ്ട് കൊടുക്കാൻ. ഇങ്ങനെ 4 കളറ്, 4 ചാനലായി. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ടേപ്പൊക്കെ അടിച്ച് കൊടുക്കാം. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് ജോയിന്റ് ആയി കഴിഞ്ഞാലേ, ഷോർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചാനൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആ സാധ്യത. ഇത് 4 ചാനലിൻ്റെ ചേസറാണ്. 12 വോൾട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ ഈ ഒരു അലങ്കാരത്തിനൊക്കെ ഓരോ ഫങ്ഷനൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ചെറിയ ഫങ്ഷൻ, നമ്മുടെ വീടുകളിലൊക്കെ ഫങ്ഷന് ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, ഇത് 12 വോൾട്ടിൻ്റെ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 230 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് കത്തിപ്പോവും. ചിലപ്പോൾ ഇത് കപ്പാസിറ്റർ ഇതൊക്കെ ചിലപ്പോൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊന്നേ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യാവുന്ന. ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊന്ന് വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമുക്കിവിടെ ഒരു കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോൾ വെച്ചിട്ട് ഈ ചേസറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലായി നമുക്ക് ഭയങ്കര ഫാസ്റ്റായി, കുറച്ച് കൂട്ടുകയുണ്ട്. ഇപ്പം സ്ലോ ആയി. ഇത് മാക്സിമം സ്ലോ ആണ്, ഇത്ര വരുള്ളൂ ഇത് വെച്ചിട്ടുള്ളത്. ഇത്തിരി കൂടി കൂട്ടിയിടാം. സ്പീഡിൽ നമുക്ക് പോകണമെങ്കിൽ സ്പീഡിൽ പോകാം, സ്പീഡിൽ നന്നായിട്ട് പോകാം. ഇത് വെച്ച് നമുക്ക് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റേത് കേട്ടോ, ഒരു വൈറ്റ് കൺട്രോൾ ഉണ്ട്. നമുക്കിത് ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ലൈറ്റ് നമുക്ക് സ്പീഡിൽ പോകുന്നതനുസരിച്ച് അറിയാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പം സ്ലോ ആയി. ഇത് നമുക്കിപ്പോൾ ഒരു 4 ചാനലിൻ്റെ ആണ്. അതാണ് നമുക്കിപ്പോൾ ഒരു 4 ഞാൻ കൊടുത്തിട്ടുള്ളൂ. 4 കളറിൽ നമുക്കൊരു 8 ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 8 ചാനലിൻ്റെ അങ്ങനെ കുറേ ചാനലേ കിട്ടും. നമുക്ക് ഒരു ചാനലിൽ തന്നെ ഒരുപാട് ലൈറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുത്തേക്കുന്നത് ഒരു 12 വോൾട്ട് 5 ആംപിയർ ആണ്. അപ്പോൾ അതിൻ്റെ ഇതും കൂടി ആംപിയർ കൂടുതൽ എടുക്കേണ്ടി വരും. ആംപിയർ കൂടുതലുള്ളത് വാങ്ങിച്ചാൽ മതിയാവും. ഇതാണ് നമുക്ക് 12 വോൾട്ട് 4 ചാനലിൻ്റെ ചേസർ കൊടുത്തിട്ടുള്ള ലൈറ്റിൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോ ഇനിയും ഇടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.